ഒരു സ്ഥാപനത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്താനും റിപ്പോർട്ട് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു നിശ്ചിത സമയപരിധിയെയാണ് അക്കൗണ്ടിംഗ് കാലയളവ്, അക്കൗണ്ടിംഗ് പീരിയഡ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ് തുടർച്ചയായി പ്രവർത്തിക്കുന്ന ഒന്നായതുകൊണ്ട് അതിന്റെ പ്രകടനം ഒരു പ്രത്യേക സമയത്ത് അളക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിനാണ് അക്കൗണ്ടിംഗ് കാലയളവ് എന്ന ആശയം ഉപയോഗിക്കുന്നത്. അക്കൗണ്ടിംഗ് കാലയളവ് എന്ന ആശയം തുടർച്ചയായ പ്രവർത്തന സിദ്ധാന്തം, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, കാലയളവ് സിദ്ധാന്തം, പീരിയോഡിസിറ്റി കോൺസെപ്റ്റ് എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു സ്ഥാപനം അനന്തമായി പ്രവർത്തിക്കുമെന്നാണ് തുടർച്ചയായ പ്രവർത്തന സിദ്ധാന്തം അനുമാനിക്കുന്നത്. എന്നാൽ ഈ അനന്തമായ ജീവിതത്തെ ചെറിയ കാലയളവുകളായി വിഭജിച്ച് ഓരോ കാലയളവിലും സാമ്പത്തിക ഫലങ്ങൾ അളക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. ഇവിടെയാണ് കാലയളവ് സിദ്ധാന്തം വരുന്നത്. അക്കൗണ്ടിംഗ് കാലയളവിന്റെ പ്രാധാന്യം. ഇമ്പോർട്ടൻസ് ഓഫ് അക്കൗണ്ടിംഗ് പീരിയഡ്. ഒരു സ്ഥാപനത്തിന് അക്കൗണ്ടിംഗ് കാലയളവ് വളരെ പ്രധാനമാണ്. കാരണം 1. പ്രകടനം വിലയിരുത്താൻ സഹായിക്കുന്നു. ഹെൽപ്സ് ഇൻ പെർഫോമൻസ് എവാലുവേഷൻ. ഒരു നിശ്ചിത കാലയളവിലെ ലാഭനഷ്ടങ്ങൾ, വരുമാനം, ചെലവുകൾ എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. 2. സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാൻ. ഫോർ ഫൈനാൻഷ്യൽ ഡിസിഷൻ മേക്കിംഗ്. മാനേജ്മെന്റിനും നിക്ഷേപകർക്കും കടം കൊടുക്കുന്നവർക്കും സ്ഥാപനത്തിന്റെ സാമ്പത്തിക ആരോഗ്യം മനസ്സിലാക്കാനും ഭാവി കാര്യങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കാനും ഇത് സഹായിക്കുന്നു. 3. താരതമ്യം ചെയ്യാൻ സഹായിക്കുന്നു. ഫെസിലിറ്റേറ്റ്സ് കമ്പാരിസൺ. വിവിധ കാലയളവുകളിലെ സാമ്പത്തിക പ്രകടനങ്ങൾ താരതമ്യം ചെയ്യാനും സ്ഥാപനത്തിന്റെ വളർച്ചാ പ്രവണതകൾ, ഗ്രോത്ത് ട്രെൻഡ്സ് തിരിച്ചറിയാനും ഇത് സഹായിക്കുന്നു. 4. നികുതി റിപ്പോർട്ടിംഗിന്. ഫോർ ടാക്സ് റിപ്പോർട്ടിംഗ്. ഗവൺമെന്റിനും നികുതി വകുപ്പുകൾക്കും കൃത്യമായ ഇടവേളകളിൽ സാമ്പത്തിക വിവരങ്ങൾ നൽകാൻ അക്കൗണ്ടിംഗ് കാലയളവ് അനിവാര്യമാണ്. 5. സാമ്പത്തിക സ്റ്റേറ്റ്മെന്റുകൾ തയ്യാറാക്കാൻ. ഫോർ പ്രിപ്പയറിംഗ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയവ ഒരു പ്രത്യേക കാലയളവിനെ അടിസ്ഥാനമാക്കിയാണ് തയ്യാറാക്കുന്നത്. അക്കൗണ്ടിംഗ് കാലയളവിന്റെ തരങ്ങൾ. ടൈപ്സ് ഓഫ് അക്കൗണ്ടിംഗ് പീരിയഡ്സ്. പൊതുവായി ഉപയോഗിക്കുന്ന അക്കൗണ്ടിംഗ് കാലയളവുകൾ താഴെ പറയുന്നവയാണ്. 1. സാമ്പത്തിക വർഷം വാർഷിക കാലയളവ്. ഫിസ്ക്കൽ ഇയർ ആനുവൽ പീരിയഡ്. ഇത് ഒരു വർഷം നീണ്ടുനിൽക്കുന്ന അക്കൗണ്ടിംഗ് കാലയളവാണ്. മിക്ക സ്ഥാപനങ്ങളും ഇതാണ് പിന്തുടരുന്നത്. ഈ സാമ്പത്തിക വർഷം ഏതെങ്കിലും മാസത്തിൽ ആരംഭിച്ച് 12 മാസത്തിനു ശേഷം അവസാനിക്കാം. ഉദാഹരണങ്ങൾ: ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ കലണ്ടർ വർഷം. പല അന്താരാഷ്ട്ര കമ്പനികളും ഇത് പിന്തുടരുന്നു. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. ഇന്ത്യയിൽ മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളും, പ്രത്യേകിച്ച് കമ്പനികളും, ഈ സാമ്പത്തിക വർഷമാണ് പിന്തുടരുന്നത്. ഗവൺമെന്റിന്റെ സാമ്പത്തിക വർഷവും ഇതുതന്നെയാണ്. മറ്റ് ചില രാജ്യങ്ങളിൽ വ്യത്യസ്ത മാസങ്ങളായിരിക്കാം സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത്. ഉദാഹരണത്തിന് യുഎസിൽ പല കമ്പനികളും ജൂലൈ 1 മുതൽ ജൂൺ 30 വരെയുള്ള സാമ്പത്തിക വർഷം പിന്തുടരുന്നു. 2. അർദ്ധവാർഷിക കാലയളവ്. ഹാഫ് ഇയർലി പീരിയഡ്. 6 മാസം നീണ്ടുനിൽക്കുന്ന അക്കൗണ്ടിംഗ് കാലയളവാണിത്. ചില സ്ഥാപനങ്ങൾ ആന്തരിക റിപ്പോർട്ടിംഗിന് ഇത് ഉപയോഗിക്കാറുണ്ട്. 3. ത്രൈമാസ കാലയളവ്. പാദവാർഷികം. ക്വാർട്ടർലി പീരിയഡ്. 3 മാസം നീണ്ടുനിൽക്കുന്ന അക്കൗണ്ടിംഗ് കാലയളവാണിത്. വലിയ കമ്പനികളും ലിസ്റ്റ് ചെയ്ത കമ്പനികളും അവരുടെ സാമ്പത്തിക പ്രകടനം ഓരോ പാദത്തിലും റിപ്പോർട്ട് ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നു. ഉദാഹരണങ്ങൾ: ഏപ്രിൽ മാർച്ച് സാമ്പത്തിക വർഷത്തിന് Q1, ഏപ്രിൽ 1 ജൂൺ 30, Q2 ജൂലൈ 1 സെപ്റ്റംബർ 30, Q3 ഒക്ടോബർ 1 ഡിസംബർ 31, Q4 ജനുവരി 1 മാർച്ച് 31. 4. പ്രതിമാസ കാലയളവ്. മന്ത്ലി പീരിയഡ്. ഓരോ മാസവും സാമ്പത്തിക റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്ന രീതിയാണിത്. പ്രധാനമായും ആന്തരിക മാനേജ്യു 200 സീമെന്റ് തീരുമാനങ്ങൾ എടുക്കുന്നതിനും പ്രകടനം നിരന്തരം നിരീക്ഷിക്കുന്നതിനും ഇതുപയോഗിക്കുന്നു. അക്കൗണ്ടിംഗ് കാലയളവ് എങ്ങനെ തിരഞ്ഞെടുക്കുന്നു? ഹൗ ഇസ് എൻ അക്കൗണ്ടിംഗ് പീരിയഡ് ചോസൻ? ഒരു സ്ഥാപനം ഏത് അക്കൗണ്ടിംഗ് കാലയളവ് തിരഞ്ഞെടുക്കുന്നു എന്നത് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. നിയമപരമായ ആവശ്യകതകൾ. ലീഗൽ റിക്വയർമെന്റ്സ്. രാജ്യത്തിലെ നിയമങ്ങൾ, പ്രത്യേകിച്ച് നികുതി നിയമങ്ങൾ, പലപ്പോഴും ഒരു പ്രത്യേക സാമ്പത്തിക വർഷം നിർബന്ധമാക്കുന്നു. ഉദാഹരണത്തിന് ഇന്ത്യയിൽ കമ്പനി നിയമപ്രകാരം മാർച്ച് 31 അവസാനിക്കുന്ന സാമ്പത്തിക വർഷമാണ് സാധാരണയായി പിന്തുടരുന്നത്. വ്യവസായത്തിന്റെ സ്വഭാവം. നേച്ചർ ഓഫ് ദി ഇൻഡസ്ട്രി. ചില വ്യവസായങ്ങൾക്ക് പ്രത്യേക സീസണുകളുണ്ടാകാം. ഉദാഹരണത്തിന് ഒരു കാർഷിക സ്ഥാപനത്തിന് വിളവെടുപ്പ് കാലത്തിനു ശേഷം സാമ്പത്തിക വർഷം അവസാനിപ്പിക്കുന്നത് കൂടുതൽ യുക്തിസഹമായിരിക്കും. മാനേജ്മെന്റ് ആവശ്യകതകൾ. മാനേജ്മെന്റ് നീഡ്സ്. ആന്തരിക വിശകലനത്തിനും തീരുമാനങ്ങൾ എടുക്കുന്നതിനും മാനേജ്മെന്റ് പലപ്പോഴും പ്രതിമാസ അല്ലെങ്കിൽ ത്രൈമാസ റിപ്പോർട്ടുകൾ ആവശ്യപ്പെടുന്നു. ആഗോള മാനദണ്ഡങ്ങൾ. ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ്. അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് സാധാരണയായി ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള കലണ്ടർ വർഷം തിരഞ്ഞെടുക്കാം. അക്കൗണ്ടിംഗ് കാലയളവ് കൺവെൻഷൻ. അക്കൗണ്ടിംഗ് പീരിയഡ് കൺവെൻഷൻ. എല്ലാ സാമ്പത്തിക ഇടപാടുകളും ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ രേഖപ്പെടുത്തി ആ കാലയളവിന്റെ അവസാനം സാമ്പത്തിക റിപ്പോർട്ടുകൾ തയ്യാറാക്കണം എന്നതാണ് അക്കൗണ്ടിംഗ് കാലയളവ് കൺവെൻഷൻ പറയുന്നത്. ഇത് സാമ്പത്തിക വിവരങ്ങൾ കൃത്യവും താരതമ്യം ചെയ്യാൻ കഴിയുന്നതുമാണെന്ന് ഉറപ്പാക്കുന്നു. ചുരുക്കത്തിൽ, അക്കൗണ്ടിംഗ് കാലയളവ് എന്നത് ഒരു ബിസിനസിന്റെ സാമ്പത്തിക നിലയും പ്രകടനവും വിലയിരുത്തുന്നതിനുള്ള ഒരു സമയ ചട്ടക്കൂടാണ്. ഇത് സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ചിത്രം നൽകാനും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും സഹായിക്കുന്നു.